ചേച്ചി, ഉമ്മേച്ചിക്ക് എന്താ അസുഖം? ചേച്ചിക്ക് ഒരു അസുഖമില്ല മോളെ. പിന്നെ എന്തിനാ ഈ ആശുപത്രി വന്ന് കിടക്കുന്നത്? ഉമ്മേച്ചി ഒരമ്മയായി. നമ്മുടെ കുടുംബത്തിലേക്ക് പുതിയൊരാള്. അതിനെ കുരുന്നിലെ കൊല്ലിച്ചു ആ ദുഷ്ടൻ. കാല് പിടിച്ച് കരഞ്ഞതാണ് വേണ്ടെന്ന് കേട്ടില്ല ആ മഹാഭാവി. സാരില്ല ചേച്ചി, സാരില്ല. ചേച്ചിക്കിത് വിധിച്ചിട്ടില്ലാന്ന് കരുതിയാൽ മതി. എത്ര ദുഷ്ടന്റേതായാലും നമ്മുടെ കുടുംബത്തിൽ പിറക്കേണ്ടിയിരുന്ന ആദ്യത്തെ കുഞ്ഞല്ലേ അത്. അതിനെ ചേച്ചി, ചേച്ചി, എനിക്ക് പ്രധാനം ചേച്ചിയുടെ ആരോഗ്യമാണ്. ഡോക്ടർ എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, ഇന്ന് തന്നെ പോകാം. അവിടേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകാൻ പോവാണോ ചേച്ചി? പിന്നല്ലാതെ. എന്താണ് ചേച്ചി കൂടെ കൊണ്ടുപോകണമെന്നുണ്ടോ? കൊണ്ടുവയ്ക്കോ, കൊണ്ടുവയ്ക്കോ. പക്ഷേ ഞാനും കൂടെ വരും. വയ്ക്കോ, എന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടും. പക്ഷേ എത്ര ദൂരം പോകുമെന്ന് എനിക്കറിയണം. ചേച്ചിക്ക് ഈ സംഭവിച്ചതൊന്നുമല്ല ഇനി വരാൻ പോണത്. ഈ കുഞ്ഞില്ലാതായതിൽ ലവലേശം പോലും എനിക്ക് ദുഃഖമില്ല. സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് നിന്ന് ചിരിക്കുന്നവനോടുള്ള പുച്ഛമാണ് എനിക്ക് നിങ്ങളോട് തോന്നുന്നത്. ഇങ്ങനൊരച്ഛന്റെ സന്തതിയായി ജനിക്കേണ്ടി വരാത്തത് ആ കുഞ്ഞിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇതിന്റെ പേരിൽ ഒരു ശാപം എന്നെ ചേച്ചിക്ക് കിട്ടില്ല. ഒക്കെ കണക്ക് പറഞ്ഞ് വീതം വെച്ച് വാങ്ങിക്കാം, തനിക്കും തന്റെ അമ്മയ്ക്കും. ജിഷ്ണു, ഇരിക്കെ. വേണ്ട, ഇരിക്കുന്നില്ല. പോയിട്ട് കുറച്ച് കാര്യമുണ്ട്. ഇത് കൊള്ളാലോ, ഇവിടം വരെ വന്നിട്ട് ഇത്ര ധൃതിയോ? ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നുമില്ലേ? സത്യത്തിൽ ഈ ഉമ്മ നിങ്ങളുടെ ആരാ? അതെന്താ ജിഷ്ണു അങ്ങനെ ചോദിച്ചത്? ചെറിയമ്മയോടല്ല നിങ്ങളുടെ സ്നേഹക്കൂടുതലാണ്ട് ചോദിച്ചു പോയതാ. അവിടെ സംഭവിച്ചെന്താണെന്നൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു. 2 ആഴ്ചത്തെങ്കിലും റെസ്റ്റ് വേണമെന്നാ ഡോക്ടർ പറഞ്ഞു. ഇതിപ്പോ ദിവസം 2 ആയില്ല. ഒരു നിമിഷത്തെ റെസ്റ്റില്ലാത്ത പണിയാണ് അവിടെ ചെയ്യിപ്പിക്കുന്നേ, അറിയോ? ഞാനിപ്പോ എന്ത് ചെയ്യാനാ ജിഷ്ണു? കുറച്ചു ദിവസം ചെറിയമ്മ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നാലെന്താ? അത്രയും സമാധാനം കിട്ടൂലോ ആ പാവത്തിന്. ഞാൻ പറഞ്ഞു നോക്കിയതാ, അതിനൊന്നിച്ച് സമ്മതിക്കണ്ടേ? ചെറിയമ്മ സമ്മതിക്കാത്തതിന് വേറെന്തെങ്കിലും കാരണം കാണും. അതെന്തായാലും ഭർത്തൃ വീട്ടില് സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നാവില്ല. പിന്നൊരു കാര്യം, ഈ പോക്ക് പോവാണെങ്കില്
ഇതുപോലെ ഒരു വരവ് കൂടി എനിക്ക് വരേണ്ടി വരും. ചെറിയമ്മയുടെ മരണം പറയാം. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പീഡനം കൊലപാതകം എന്ന് പറഞ്ഞ് കൊടിയും പിടിച്ച് സമരം നടത്തിയിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞേക്കാം. ആരാ ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്?